പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അതിനായി ഒരു ദിവസം കൂടെ സർവശക്തനായ യേശു രാജാവ് ആ സർവശക്തനായ ദൈവമഹത്വത്തെക്കുറിച്ചുള്ള സുവിശേഷം അല്ലെങ്കിൽ യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള സന്ദേശം നൽകുവാൻ ഒരു ദിവസം കൂടെ എളിയദാസനെ അനുവദിച്ചിനോർത്ത് കർത്താവായ യേശുവിന് നന്ദി സ്തുതി സംഭവിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താണ് കേട്ടത്? എങ്ങനെയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കം, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഇസ്രായേൽക്കാർ എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് കേട്ടത് അയൺ ബീം എന്ന് പറയുന്ന ഒരു സംഭവത്തെ കണ്ടുപിടിച്ചതായിട്ട് നമ്മൾ വാർത്തയിൽ കേട്ടു. അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള വചനം ഞാൻ നിങ്ങൾക്ക് തന്നു. അങ്ങനെ നമ്മളത് കേൾക്കുകയായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്? ജനതകളുടെ കുതിരകളെ അന്ധമാക്കുന്ന അന്ന് ഞാൻ യൂദാ ഭവനത്തെ കടാക്ഷിക്കും. സക്കറിയായുടെ പുസ്തകം 12-ാം അധ്യായം. അവിടെ അന്ന് എന്ന് പറഞ്ഞുകൊണ്ട് 6 പ്രാവശ്യം 7ഓളം പ്രാവശ്യം അതിൻ്റെ താഴെ വീണ്ടും അന്ന് എഴുതിയിട്ടുണ്ട്. അന്ന് ഒരു ഉറവ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് ഞാൻ വിഗ്രഹങ്ങളുടെ നാമം ദേശത്തു നിന്ന് വിച്ഛേദിക്കും, അവയെ വിസ്മൃതിയിലാഴ്ത്തും. അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ ഈ അയൺ ബീം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ഏകദേശം കണ്ടു. എന്നാൽ ഇനി അതിൻ്റെ വളരെ വിപുലമായ ഒരു അർത്ഥവും അതിൻ്റെ വിപുലമായ ഒരു ഉപയോഗ ശൈലിയും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ച ഒരു വചനത്തെ കൂടെ കണ്ടുകൊണ്ട് നമുക്ക് അല്പോടെ മുന്നോട്ട് പോകാം. പ്രിയപ്പെട്ടവരെ, കർത്താവായ ദൈവം എഴുതി വെച്ച വചനം, ആ വചനത്തിൻ്റെ വസ്തുരൂപം, വചനം എഴുതി വെച്ചെങ്കിൽ വചനത്തിൻ്റെ വസ്തുരൂപം യന്ത്രരൂപമാണ് ഇങ്ങനെ ഓരോന്നും ഇസ്രായേൽക്കാർ കണ്ടുപിടിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജനതകളുടെ കുതിര ശക്തിയുള്ള മിസൈലുകൾ ആകാശത്ത് കടന്നു വരുമ്പോൾ അതിനെ ഇവിടുന്ന് ലേസർ രശ്മി ഉപയോഗിച്ച് അവിടെ വെച്ച് പൊട്ടിക്കുമെന്നും, അങ്ങനെ പൊട്ടിക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും തങ്ങളുടെ സ്ഥാനത്ത് നിശ്ചലമാകുമെന്നും, ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കുമെന്നും, അന്ന് നട്ടുച്ചയ്ക്ക് ഭൂമിയെ അന്ധകാരത്തിൽ ആഴ്ത്തുമെന്നും, അങ്ങനെ അപ്പോൾ സംഭവിക്കുന്നതാണ് സൂര്യനും ചന്ദ്രനും കത്തിച്ചാമ്പലായിക്കൊണ്ട് ഭൂമി നീക്കപ്പെടുമെന്നും ചന്ദ്രൻ നീക്കപ്പെടുമെന്നും, അങ്ങനെ ലോകം അവസാനിച്ച് മറ്റു പുതിയ ഒരു സ്ഥലം, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും, അത് എന്ന് പറയുന്ന ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, അത് നശിച്ച് ഇല്ലാതെയായി. പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്നത് വെളിപാട് ഗ്രന്ഥം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ആ കാലഘട്ടത്തിലുള്ള ആ പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ചിലരിന്ന് തന്നെ ഫോണിക്കൂടെ വിളിച്ച് ചോദിച്ചത് പ്രകാരമാണ്: പ്രിയപുത്രനെ, ഞങ്ങളിങ്ങനെ കേൾക്കുകയാണ്, ഒരു വചനം കേൾക്കുകയാണ്, അതായത് ഈ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2033 യുഗം അവസാനിക്കുമ്പോൾ ഇവിടെ വലിയ ആഗോള യുദ്ധം നടക്കുന്നു, ദുഷ്ടശക്തികളെ തകർക്കുന്നു. അങ്ങനെ ഈ ഭൂമിയെ വീണ്ടും ഒന്ന് നവീകരിച്ച് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് ഈ ലോകത്തെ എല്ലാ സ്നേഹമുള്ളവരെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ എന്നതുപോലെ വളരെ സന്തോഷമായിട്ട് യേശുവിൻ്റെ കൂടെ തുള്ളിച്ചാടി ഡാൻസൊക്കെ കളിച്ച് വളരെ ആനന്ദത്തോടെ നൃത്തമൊക്കെ ചെയ്ത് ഇങ്ങനെ ആവശ്യമുള്ള പഴങ്ങളൊക്കെ ഭക്ഷിച്ച് ഇങ്ങനെ വളരെ ആനന്ദത്തോടെ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാടി നടക്കുന്ന ഒരു രംഗത്തെ കണ്ടുകൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രിയ സഹോദരൻ, ഞങ്ങളല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വ്യക്തമായിട്ട് ഈ അയൺ ബീമിനെ കുറിച്ചുകൂടെ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമെന്ന് പറയുന്നത്, ഈ 1 പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കത്തിച്ചാമ്പലാകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. അപ്പോൾ ആണവ യുദ്ധം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ലോകം അത് അംഗീകരിച്ചു കഴിഞ്ഞു. ആണവ യുദ്ധം ഉണ്ടായാൽ ഈ ഭൂമിയാണ് കത്തിച്ചാമ്പലായി പാതാളമായിട്ട് രൂപാന്തരപ്പെടുന്നത്. പിന്നെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു സംഭവമാണ് സ്വർഗരാജ്യം, നിത്യജീവൻ്റെ സ്ഥലം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് 1000 വർഷം ഇവിടെ ഇല്ലയെന്നൊക്കെ ഞാൻ തെളിയിക്കുകയുണ്ടായി, പറഞ്ഞ് വ്യക്തമായിട്ട് എൻ്റെ ക്ലാസ്സിൽ കിടപ്പുണ്ട്. ഇനി ഈ അയൺ ബീമിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന മറ്റൊരു സാഹിത്യത്തെക്കുറിച്ചുകൂടെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് അത് എന്താണ് ദൈവം അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. അത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായം
അതിൻ്റെ 3-ാം തിരുവചനത്തിലേക്ക് വന്നാൽ അവിടെ എന്താണ് അയൺ ബീം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കൂടുതൽ വ്യക്തമാകും. അത് സക്രിയാപ്രാന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 3-ാം തിരുവചനം 4-ാം തിരുവചനത്തിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്: അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരക്കാരന്മാർക്ക് ഭ്രാന്തും വരുത്തും. ജനതകളുടെ കുതിരകളെ അന്ധമാക്കുന്ന അന്ന് ഞാൻ യൂദാഭവനത്തെ കടാക്ഷിക്കും. എന്ന് പറയുന്നത് ജനതകളുടെ കുതിരകൾ എന്ന് പറയുന്നത് മിസൈലുകൾ, അതിൻ്റെ സിസ്റ്റത്തിലേക്ക്, അതിൻ്റെ റഡാർ സിസ്റ്റത്തിലേക്ക് ഈ ലേസർ രശ്മി ഉപയോഗിച്ച് കത്തിക്കുന്നു. അത് അന്ധമായി പോകുന്നു, കത്തിച്ചാമ്പലായി പോകുന്നു. അതാണ് കർത്താവ് 1 എഴുതി വെച്ചിരിക്കുന്നത്. 2-ാമത് അത് എഴുതി വെച്ചിരിക്കുന്നത് എസെക്കിയേൽ പ്രവചന പുസ്തകം 39-ാം അധ്യായം 3-ാം തിരുവചനം. അവിടെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഞാൻ അല്പം ഒന്ന് വായിച്ചുതരാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാവും. ഗോഗിൻ്റെ പതനം. ഗോഗ് എന്നത് അർത്ഥമാക്കുന്നത് ലോകം അതിൻ്റെ 2 ശക്തിയായിട്ട് നിൽക്കുന്നു. അതിന് ഇസ്രായേൽക്കാരെയും ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളെയും നീതിയെയും സത്യത്തെയും മൂല്യത്തെയും സനാതന ധർമ്മത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും നന്മയുടെ എല്ലാ പ്രതീകത്തെയും തച്ചു തകർക്കുക, ഇല്ലാതെയാക്കുക, കത്തിച്ചു കളയുക, എന്നൊരു അധർമ്മത്തെയും അനീതിയെയും അശുദ്ധിയെയും മ്ലേച്ഛതയുമെല്ലാം പുനഃസ്ഥാപിച്ചുകൊണ്ട് അതിനെ ലോകത്ത് നടമാടുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടിരുന്ന ഒരു മ്ലേച്ഛ യുഗത്തെയാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗത്തെയാണ് എന്ന് പറയുന്നത് ഗോഗ് എന്ന് പറയുന്നത്. എന്നാൽ മാഗോഗ് എന്ന് പറയുന്നത് അതിനെ എതിർക്കുന്ന ശക്തി. അതായത് നീതി വേണം, സത്യസന്ധത വേണം, ഇസ്രായേൽ വേണം, ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ വേണം, ഇതിനെല്ലാം എതിർക്കുന്ന ശക്തി. അതാണ് ഗോഗ് മാഗോ യുദ്ധം. അതിൽ ഗോഗിനോട് പറയുകയാണ്, ഗോഗിനോട്: മനുഷ്യപുത്ര, ഗോഗിനെതിരെ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: മെഷേക്കിൻ്റെയും തൂബാലിൻ്റെയും അധിപനായ ഗോഗേ, ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്നെ തിരിച്ച് വടക്കേ അറ്റത്തു നിന്ന് ഇസ്രായേൽ മലനിരകൾക്കെതിരെ കൊണ്ടുവരും. ഇനിയാണ് ആ വചനം ശ്രമിക്കേണ്ടത്. നിന്റെ ഇടത്തു കൈയിൽ നിന്ന് വില്ല് തെറിപ്പിച്ച് കളയും, വലത്തു കൈയിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. നീയും നിന്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ജനതകളും ഇസ്രായേൽ മലനിരകളിൽ വീഴും. ഇതാണ് ആ വചനം. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഗോഗ് എന്നത് ഇസ്രായേലിനെതിരെ വരുന്നു, ഇസ്രായേലിൻ്റെ ദൈവശക്തിയെ തകർക്കുവാൻ വരുന്നു. അതായത് ഗോഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊല്ലുവാനുള്ള മൃഗത്തിൻ്റെ അധികാരമാണുള്ളത്. ഒരു മൃഗീയ സ്വഭാവമുള്ള, കൊല്ലുവാൻ ശക്തിയുള്ള, കൊല്ലുവാൻ കൽപ്പന പൊടിപ്പിക്കുന്ന, കൊല്ലുവാൻ അധികാരം കൊടുത്തിരിക്കുന്ന ഒരു ശക്തി. അപ്പോൾ അതിനെ തടയാൻ വേണ്ടി എതിർ ശക്തി മാഗോഗ് ഇപ്പുറത്ത് വരുന്നു. അപ്പോൾ അത് നിന്റെ ഇടത്തു കൈയിൽ നിന്ന് വില്ല് തെറിപ്പിച്ച് കളയും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഇത് എഴുതിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 3000 വർഷങ്ങൾ, 2800 വർഷങ്ങൾക്ക് മുമ്പാണ്. എസെക്കിയേൽ പ്രവചനം എന്താണ് എഴുതിയെന്ന് കണക്കൂട്ടിയാൽ മതി. അപ്പോൾ ഏകദേശം കണക്കൂട്ടും ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. അന്നത്തെ കാലത്ത് അമ്പും വില്ലുമായിരുന്നു. എന്നാൽ അമ്പും വില്ലും ഉപയോഗിച്ചല്ല ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്. നമുക്ക് സാമാന്യ ബുദ്ധി എല്ലാവർക്കും അറിയാം, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് ഈ പ്രവാചകനായ ദൈവം പ്രവാചകന്മാർക്ക് എഴുതിയപ്പോൾ പ്രവാചകൻ ദൈവത്തിൽ നിന്ന് കേട്ട ആ വചനം ദൈവമാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പ്രവാചകൻ അറിയാം ഇത് 3000 വർഷങ്ങൾ കഴിയുമ്പോൾ എന്തായിട്ട് മാറും, ഇത് അയൺ ബീമായിട്ടും അയൺ ഡോമായിട്ടും മാറുമെന്ന് പ്രവാചകൻ അറിയാം, ദൈവത്തിനും അറിയാം. പക്ഷേ അത് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടതിന്, അതായത് ജനത്തിന്, ഭൂമിയിലെ മനുഷ്യർക്ക് മനസ്സിലാകേണ്ടതിന് എഴുതി വെച്ചതാണ് അമ്പും വില്ലും എന്ന ഭാഷയിൽ. അപ്പോൾ ഇന്ന് അമ്പും വില്ലും അല്ലാത്തപ്പോൾ എന്താണുള്ളത്? നിന്റെ ഇടത്തു കൈയിൽ നിന്ന് വില്ല് തെറിപ്പിച്ച് കളയും. അതായത് വില്ലിങ്ങനെ കുലച്ച് പിടിച്ചിട്ട് അമ്പ് എയ്യുന്ന സ്ഥാനത്ത്, ആ വില്ല് പൊലിക്കുന്ന സ്ഥാനത്ത് ഇന്നുള്ളതാണ് മിസൈൽ ലോഞ്ചറുകൾ എന്ന് പറയും. മിസൈൽ ലോഞ്ചറുകൾ, ഒരു വലിയ വാഹനത്തിൽ 8-10 മിസൈൽ ഉണ്ടാവും. അതിങ്ങനെ ഇരിക്കും, ഒറ്റ സെക്കൻഡിൽ അതിങ്ങനെ തെറിച്ച് മുന്നോട്ട് പോകുന്നതിന് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ലോകരാഷ്ട്രങ്ങളിലെ ഇപ്പോൾ യുദ്ധത്തിൽ, ഗാസയുടെ യുദ്ധത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇറാനിൽ നിന്ന് വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ സിസ്റ്റമാണ് മിസൈൽ ലോഞ്ചർ. അത് കർത്താവാണ് നിൻ്റെ ഇടത്ത് കയ്യിൽ നിന്ന് മിസൈൽ ലോഞ്ചറിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന സംവിധാനത്തെ മിസൈൽ ലോഞ്ചർ. നിൻ്റെ ഇടത്ത് കയ്യിൽ നിന്ന് വില്ല് തെറിപ്പിച്ച് കളയും എന്ന് പറഞ്ഞാൽ ഈ കൊല്ലുവാൻ അധികാരമുള്ള ചില രാഷ്ട്രങ്ങളുടെ കയ്യിലുള്ള മിസൈൽ ലോഞ്ചറുകളെ കർത്താവ് തെറിപ്പിച്ച് കളയും. എങ്ങനെ തെറിച്ചു പോകും? അതുകൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഭൂമിയിൽ കൂടെ വലിയ ലോറി പോലത്തെ സംവിധാനത്തിൽ മിസൈൽ ലോഞ്ചറുകളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്, ഇത് ഏതു നിമിഷവും വിക്ഷേപിക്കാൻ വേണ്ടി. അപ്പോൾ ഇസ്രായേൽക്കാരുടെ അല്ലെങ്കിൽ മാഗോഗ് പക്ഷത്തുള്ളവരുടെ ഈ അയൺ ബീം ബഹിരാകാശത്ത് കൊണ്ട് സ്ഥാപിക്കും. ബഹിരാകാശത്ത്, അതായത് ഒരുപക്ഷെ ചന്ദ്രനിലാവാം, അല്ലെങ്കിൽ ബഹിരാകാശത്ത് പറന്നു നിൽക്കുന്ന പോലെ ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോണുകളാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലൈറ്റുകളാവാം. അത് ബഹിരാകാശത്ത് ഇങ്ങനെ സ്ഥാപിക്കും. അപ്പോൾ അതിൽ നിന്നും പുറപ്പെടുന്ന ലേസർ രശ്മികൾ ഭൂമിയിലേക്ക് വരും. നമ്മൾ ടോർച്ച് ഉപയോഗിച്ച് മുകളിലിട്ട് അടിക്കുന്ന പോലെ തന്നെ മുകളിൽ നിന്ന് ഭൂമിയിലേക്ക്
ഈ ലേസർ രശ്മികൾ വരുമ്പോൾ ഈ ഗോഗിൻ്റെ കയ്യിലുള്ള മിസൈൽ ലോഞ്ചറുകളിലേക്ക് ഇതിൻ്റെ ലൈറ്റ് തെളിയും. അപ്പോൾ മിസൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ച് വരുന്ന ആ മിസൈൽ ലോഞ്ചറിലേക്ക് ഇതിൻ്റെ അയൺ ബീമിൻ്റെ പ്രകാശം തെളിയുമ്പോൾ അതിൻ്റെ ലേസർ രശ്മി ബോധിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന മിസൈൽ ലോഞ്ചറുകൾ തെറിച്ചു പോകും. നിൻ്റെ ഇടത്ത് കയ്യിൽ നിന്ന് വില്ല് തെറിപ്പിച്ച് കളയും. തെറിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അത് മിസൈലുകൾ പൊട്ടിത്തെറിച്ചു പോകും. അതാണ് അതിൻ്റെ അർത്ഥം, പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഭൂമിയിൽ ഈ ഇസ്രായേലിനെതിരെ വരുന്ന ആണവ മിസൈലിന് ശേഖരമൊക്കെ ആയിട്ടാണ് വരുന്നവർ. ആ ആണവ മിസൈലുകൾ എവിടെ പൊട്ടിത്തെറിക്കും? ഈ ഗോഗിൻ്റെ പക്ഷത്തുള്ള രാജ്യങ്ങളുടെ കയ്യിലിരിക്കുന്ന മിസൈൽ ലോഞ്ചർ അവിടെ വെച്ച് തന്നെ പൊട്ടും, അല്ലെങ്കിൽ അവർ വരുന്ന വഴിക്ക് പൊട്ടും. അതാണ് എൻ്റെ അർത്ഥം. ഇനി മറ്റേത് വില്ല് തെറിപ്പിച്ച് കളയും. വലത്ത് കയ്യിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. അപ്പോൾ അവൻ്റെ ഇടത് ഭാഗത്ത് വരുന്ന ആളുടെ കയ്യിൽ മിസൈൽ ലോഞ്ചറുകളുണ്ടെങ്കിൽ വലതു ഭാഗത്ത് വരുന്ന അവരുടെ കയ്യിൽ എന്താണ്? ഇതിന് ഒരിടത്ത് മിസൈൽ ലോഞ്ചറാണെങ്കിൽ മറ്റൊരിടത്ത് മിസൈൽ ശേഖരമാണ്. മിസൈൽ ശേഖരത്തിൻ്റെ ആ മിസൈൽ എടുത്ത് മിസൈൽ ലോഞ്ചറിൽ ലോഡ് ചെയ്തിട്ടാണ് അവർ ഇവിടുന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്, ഇങ്ങനെ വിടുന്നത്. അപ്പോൾ ഈ അമ്പുകൾ എന്ത് ചെയ്യും? നിൻ്റെ ഇടത്ത് കയ്യിൽ നിന്ന് വില്ല് തെറിപ്പിച്ച് കളയും, വലത്ത് കയ്യിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. എന്ന് പറഞ്ഞാൽ മിസൈൽ ലോഞ്ചറിൽ നിന്ന് മിസൈലുകൾ പൊട്ടിത്തെറിക്കും. ആ സ്ഫോടനത്തിന് ശക്തി കൊണ്ട് എന്ത് ചെയ്യും? ആ മിസൈലിൻ്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്യും? ഇപ്പുറത്തിരിക്കുന്ന മിസൈലുകളായിട്ട് തന്നെ ഇരിക്കുന്നത് അത് അവിടെ വെച്ച് അതും പൊട്ടിത്തെറിക്കും. അപ്പോൾ എന്തു ചെയ്യും? നീയും നിൻ്റെ സൈന്യവും നിന്നോടൊപ്പം ജനം ഇസ്രായേൽ മലനിരകളിൽ വീഴും. അതിങ്ങനെ വന്ന് കുറേ ആൾക്കാർ ഇസ്രായേലിൻ്റെ മലനിരകളിലേക്ക് വരും, ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി വരും. അപ്പോൾ സംഭവിക്കുന്ന കാര്യം അതെല്ലാം മിസൈൽ ഒരു ബഹിരാകാശത്തുള്ള അയൺ ബീമിൻ്റെ ലേസർ രശ്മി ഉപയോഗിച്ച് ഒരു വെടിവെച്ചാൽ പ്രിയപ്പെട്ടവരെ ഇത് സംഭവിക്കും. കർത്താവ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പ് അയൺ ബീമിനെക്കുറിച്ചും അയൺ ഡോമിനെക്കുറിച്ചും മിസൈൽ ലോഞ്ചറുകളെക്കുറിച്ചും എത്രയോ വ്യക്തമായിട്ടാണ് പ്രവാചക വരം കൊടുത്ത്, പ്രവാചക വരമുള്ള വിശുദ്ധിയുള്ള മനുഷ്യനെ തിരഞ്ഞെടുത്ത് എസ്കെ പ്രവാചകൻ, ഏഷ്യ പ്രവാചകൻ, ജെറമ്യാ പ്രവാചകൻ, ബാറുക്ക് പ്രവാചകൻ, പിന്നെ അങ്ങനെയുള്ള പ്രവാചകന്മാരെ, മലാക്കിയ പ്രവാചകൻ, ഇങ്ങനെ ജോയൽ പ്രവാചകൻ, ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ 5-8 പ്രവാചകന്മാരെ വിളിച്ച് കർത്താവ് പറഞ്ഞു കൊടുത്ത വചനങ്ങൾ അവർ ഹീബ്രു മൂലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹീബ്രു മൂലത്തിൽ, ആ ഹീബ്രു മൂലത്തിൻ്റെ ഒറിജിനൽ ഭാഷയിൽ അവർ ഇന്നത്തെ ഇസ്രായേൽ റബ്ബിമാർ, ഇസ്രായേലത്തെ അവിടുത്തെ പുരോഹിതർ അതെടുത്ത് വെച്ച് വായിച്ച് പ്രാർത്ഥിച്ച് അവർ പരിശുദ്ധമണ്ട് നിറഞ്ഞ് അതിൻ്റെ വ്യാഖ്യാന തരങ്ങളെ കണ്ടെത്തി എടുത്ത് നിർമ്മിക്കുന്ന ഉപകരണങ്ങളും ആയുധങ്ങളുമാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഇസ്രായേലിലുള്ളത്, ലോകത്തുള്ളത്. അല്ലാതെ സ്വന്തം ശാസ്ത്രീയ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചതൊന്നും ലോകത്ത് ആരുടെയും കയ്യിലില്ല. ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശക്തനായ ദൈവം പറഞ്ഞു കൊടുത്ത വചനങ്ങളെ കണ്ടെത്തി ഉപകരണമാക്കി നിർമ്മിച്ച് അത് ലോകത്തിൽ അത് യുദ്ധത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ നശിച്ച ലോകത്തെ, ഈ നശിച്ച് നാറിയ ലോകത്തെ, ഈ നശിച്ച് നാറിയ വൃത്തികെട്ട ഈ ലോകത്തെ, അശുദ്ധിയും മ്ലേച്ഛതയും വൃത്തികേടും കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തെ കർത്താവിന് കത്തിച്ച് ഭസ്മമാക്കി ചാരമാക്കി കളഞ്ഞാൽ സർവശക്തനായ ദൈവത്തിൻ്റെ ക്രോധം അടങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ ക്രോധം ആകാശം, റോമക്കാരുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തിൻ്റെ അതിർത്തികളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് മിസൈലുകൾ ഇങ്ങനെ പറന്നു വരുന്നു എന്നർത്ഥം. അപ്പോൾ കർത്താവ് എഴുതി വെച്ച വചനം എന്താണ്? ഈ ഭൂമി ഈ ഒരു കാലം ഇനി എന്നേക്കുമായിട്ട് ഈ പ്രപഞ്ചത്തെ കത്തിച്ച് ഭസ്മമാക്കി ചാരമാക്കി കളഞ്ഞിട്ട് അതിൽ ജ്വലിക്കുന്ന ആണവ സ്ഫോടനത്തിന് അതിൻ്റെ ആ മിസൈൽ, അതിൻ്റെ എന്നതാണ് പറയുന്നത്, അറ്റോമിക് റിഫ്ലക്ഷൻ, ആണവ സ്ഫോടനത്തിന് ഫലമുണ്ടാകുന്ന ആ ന്യൂക്ലിയർ ഫിക്ഷൻ, അത് ഭൂമിയിൽ എന്നേക്കും നടക്കും. അതാണ് പാതാളം, നിത്യപാതാളം. അപ്പോൾ കർത്താവ് പറയാണ് ഈ സംഭവം, അതായത് ഈ അയൺ ബീം ഉപയോഗിച്ച് ഇടത്തുകയിലെ, അതായത് ഗോഗിൻ്റെ ഭാഗത്തുള്ളവരുടെ അല്ലെങ്കിൽ ദൈവമായ കർത്താവാണ് ഇത് നയിക്കുന്നത്. ദൈവം കണ്ടുപിടിച്ച ഉപകരണം ദൈവം തന്നെ മുകളിൽ നയിച്ച് ദൈവം തന്നെ നശിപ്പിക്കും. എന്നിട്ട് കർത്താവ് പിന്നെ ഒന്നുകൂടെ പറയുകയാണ്, എന്താണ് സംഭവിക്കുന്നത്? എല്ലാവരുടെയും വാൾ തങ്ങളുടെ സഹോദരനെതിരെ വരും, പകർച്ചവ്യാധികളും രക്തച്ചൊരിച്ചിലും കൊണ്ട് അവനെ ഞാൻ വിധിക്കും. ഞാൻ അവൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും അവനോടൊപ്പമുള്ള ജനതകളുടെ മേൽ പേമാരിയും കന്മഴയും തീയും ഗന്ധകവും വർഷിക്കും. അങ്ങനെ അനേകം ജനതകളുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും എൻ്റെ വിശുദ്ധിയും മഹത്വവും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. ഹല്ലേലൂയ. എസ്ഐക്ക് പ്രവാചന പുസ്തകം 38-ാം അധ്യായം 23-ാം തിരുവചനമാണ് ഇപ്പോൾ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, 39-ാം അധ്യായം 4-ാം തിരുവചനമാണ് ആദ്യം വായിച്ചത്. നിൻ്റെ അടുത്ത കയ്യിൽ നിന്ന് അമ്പുകൾ തെറിച്ചു കളയുന്നത്. അപ്പോൾ ഇത് അപ്പോൾ അവരറിയും ഞാനാണ് ദൈവം. അല്ല, ഇപ്പോൾ അറിയുമോ?
ഇപ്പോൾ നമ്മുടെ സഭയ്ക്ക് ബോധ്യമുണ്ടോ? യേശു ക്രിസ്തുവാണ് ദൈവമെന്ന് സഭയ്ക്ക് പോലും വെളിവില്ല. നമ്മുടെ സഭയും ചുമ്മാ അവരിങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാണ്ട് യേശു ക്രിസ്തു വരാറായെന്നോ അതിൻ്റെ ഡേറ്റൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നോ ഇങ്ങനെയൊക്കെ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ടെന്നോ ഒരൊറ്റ ആളെങ്കിലും ഒന്ന് പഠിപ്പിച്ച് ജനത്തെ ഒരുക്കുന്നുണ്ടോ? അപ്പോൾ ആർക്കാ വെളിവുള്ളത്? അപ്പോൾ ഈ അടി കിട്ടുമ്പോൾ തലക്കിട്ടി അടി കിട്ടിക്കഴിയുമ്പോഴേ അപ്പോൾ അവരറിയും ഞാനാണ് ദൈവമെന്ന്. യേശു ക്രിസ്തു ദൈവമായിരുന്നു, യേശു ക്രിസ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് എപ്പോഴറിയും? അപ്പോൾ അറിയും എന്ന് പറഞ്ഞാൽ എപ്പോഴറിയും? തലക്കിട്ടടി ഒന്ന് കിട്ടുമ്പോൾ മനസ്സിലാവും. അതാണ് കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്കി എഴുതി വെച്ചിരിക്കുന്നത് സക്രിയപ്പൻ്റെ പുസ്തകത്തിലാണ്. സക്രിയപ്പൻ്റെ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് ഞാൻ ജെറുസലേം നിവാസികളെ പരിച കൊണ്ട് മറിക്കും. അവരുടെ ഇടയിലെ ഏറ്റവും ദുർബലനായവൻ അന്ന് ദാവീദിനെ പോലെയാകും. ദാവീദ് ഭവനം ദൈവത്തെപ്പോലെ, കർത്താവിൻ്റെ ദൂതനെ പോലെ അവരെ നയിക്കും. അന്ന് ഞാൻ ജെറുസലേമിനെതിരെ വരുന്ന സകല ശത്രുക്കളെയും നശിപ്പിക്കും. ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ അവർ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതിയെന്ന പോലെ കരയും. അതാണ് കർത്താവ് ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, അന്ന് അവർ ജെറുസലേം നിവാസികൾ ദൈവത്തെ ഓർത്ത് നിലവിളിക്കുകയും യേശുക്രിസ്തുവിനെ വിളിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം അവിടെ ഉണ്ടാകുമെന്നും, അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ ശരിക്കും മനസ്സിലാകും യേശുക്രിസ്തു എന്ന ഏക സത്യ ദൈവത്തിൻ്റെ പ്രകാശരൂപവും ശബ്ദരൂപവും ഇടിമുഴക്കരൂപവും മിന്നൽപ്പട രൂപമായിരുന്നു അന്ന് സീനായി മലയിൽ കണ്ടതെന്നും, ആ ശബ്ദത്തിൻ്റെയും ഇടിമിന്നലിൻ്റെയും ശരീരരൂപമാണ് യേശുക്രിസ്തുവിൻ്റെ ശരീരമെന്നും, ആ യേശുക്രിസ്തുവാണ് ആ പിതാവായ ദൈവത്തിൻ്റെ അതേ ശരീരം തന്നെയാണ് യേശുക്രിസ്തു ഉണ്ടായിരുന്നെന്നും അപ്പോൾ അവരറിയും ഞാനാണ് ദൈവമെന്ന്. ഞാൻ എന്ന ആ യഹോവ, ആ യാഹ്വേ, അതിൻ്റെ ശരീരരൂപമാണ് യേശുക്രിസ്തു എന്ന് അപ്പോൾ അവരറിയുമെന്ന് വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, എങ്ങനെയാണ് അറിയുന്നത്? ഈ ഇടത്തു കൈയിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും, വലത്തു കൈയിൽ നിന്ന് അമ്പുകൾ താഴെ വീഴും. അതൊക്കെ സംഭവിച്ച് പൊട്ടിത്തെറിക്കുമ്പോൾ അതിനുള്ള ശക്തിയും പവറും ജ്ഞാനവും അറിവും ആര് കൊടുക്കും? സർവശക്തനായ യേശുക്രിസ്തു ഇസ്രായേൽ നിവാസികൾക്ക് കൊടുക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നൊരു ഭാഗം ഇതാണ്: ഒരിക്കലും ഇസ്രായേൽ തോൽക്കുകയില്ല. ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ഭൂമിയിലെ 250 രാജ്യങ്ങൾ വന്നാൽ പോലും നടക്കുകയില്ല. അങ്ങനൊരു സംഭവം നടക്കില്ല. അത് കർത്താവ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞ യെസയ്ക്കേൽ പുസ്തകം 38 അധ്യായം അതിൻ്റെ 16 തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞത്: ഭൂമിയെ മറയ്ക്കുന്ന മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നു വരും. ഗോഗേ, എൻ്റെ പരിശുദ്ധി ഞാൻ നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ വെളിപ്പെടുത്തും. അതുവഴി അവർ എന്നെ അറിയേണ്ടതിന് ആ നാളുകളിൽ എൻ്റെ ദേശത്തിനെതിരെ നിന്നെ ഞാൻ കൊണ്ടുവരും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: ഇസ്രായേലിനെതിരെ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ മുൻകാലങ്ങളിൽ വർഷങ്ങളോളം പ്രവചിച്ചിട്ടുള്ള എൻ്റെ ദാസരായ ഇസ്രായേൽ പ്രവാചകന്മാരിലൂടെ പഴയ കാലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിന്നെപ്പറ്റി ആയിരുന്നില്ലേ? കർത്താവ് ചോദിക്കുകയാണ്. യെസയ്ക്കേൽ 38 അധ്യായം 16 തിരുവചനത്തിലാണ് ഇപ്പം ഞാൻ വായിച്ച. പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് പറയുകയാണ്: ആകാശത്തെ മറയ്ക്കുന്ന മേഘത്തെ പോലെ നിനക്കെതിരെ ഞാൻ ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇന്നലെ പറഞ്ഞില്ലേ, ഇസ്രായേലിനെതിരെ എല്ലാ ജനങ്ങളും ഒന്നിച്ചു ചേരും. ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തും. ഒറ്റയ്ക്ക് ഇസ്രായേൽ നിന്ന് ഈ ലോകത്തോട് യുദ്ധം ചെയ്യും. ഒരേ ഒരു ഇസ്രായേലും 249 എത്ര രാഷ്ട്രങ്ങളുണ്ടോ ഭൂമിയിൽ, അത്രയും രാഷ്ട്രങ്ങൾ ഒരുപക്ഷെ ഇസ്രായേലിനെതിരെ വരും. പക്ഷേ ഇസ്രായേൽ ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളും ഉണ്ടാവും. പക്ഷേ കർത്താവ് പറയാണ്, എല്ലാ ജനങ്ങളും ഇസ്രായേലിനെതിരെ ഒത്തുചേരും. പക്ഷേ ആ സാഹചര്യത്തിൽ ഇസ്രായേലിനെ നയിക്കാൻ, ഇസ്രായേലിനെ ശക്തിപ്പെടുത്താൻ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന രാജാവ് യേശു ക്രിസ്തു എന്ന രാജാവാണ്. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 6 അധ്യായം അതിൻ്റെ അവിടെ എഴുതി വെച്ച വചനം നമുക്ക് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും ഇത് ഒരു വിധത്തിലും പിടുത്തം കിട്ടുന്ന കാര്യങ്ങളല്ല. യെസയ്ക്കേൽ വെളിപാടിൻ്റെ പുസ്തകം 6 അധ്യായം അതിൻ്റെ 2 തിരുവചനത്തിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന വചനം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, വായിക്കണം. അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? വെളിപാടിൻ്റെ പുസ്തകം 6 അധ്യായം 1 തിരുവചനം. 1 തിരുവചനം: കുഞ്ഞാട് ആ 7 മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ ഞാൻ നോക്കി, ആ 4 ജീവികളിൽ ഒന്ന് ഇടിനാദം പോലെ ഉള്ള സ്വരത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിൻ്റെ പുറത്ത് വില്ലുമായിരിക്കുന്ന ഒരുവൻ, അവൻ ഒരു കിരീടം നൽകപ്പെട്ടു. അവൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ജൈത്രയാത്ര ആരംഭിച്ചു. ആരാണ് വെള്ളക്കുതിര? ഇസ്രായേൽ.
ഇസ്രായേൽ എന്ന രാജ്യത്തിന് പുറത്തിരിക്കുന്ന വില്ലുമായിട്ടിരിക്കുന്നവൻ ആരാണ്? യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ് പിന്നെ ഇസ്രായേലിനെ നയിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവമായ കർത്താവായ ദൈവമായ പിതാവ് ത്രിത്വം തന്നെയാണ് ഇസ്രായേലിനെ നയിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിനെതിരെ ആരെങ്കിലും ചെന്ന് തീക്കകത്ത് വീഴുന്ന ഈയാമ്പാറ്റ പോലെ നശിക്കാതിരിക്കാൻ ജ്ഞാനവും ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുക. ഇസ്രായേലിനെ തോൽപ്പിക്കാനുള്ള ഒരേ ഒരു ഫോർമുല വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം പ്രിയപ്പെട്ടവരെ. ഇസ്രായേലിനെ തോൽപ്പിക്കാനുള്ള ഒരേ ഒരു ഫോർമുല മാത്രമേ ഇന്ന് പ്രപഞ്ചത്തിലുള്ളൂ. അത് ആർക്കും അറിയത്തില്ല. അത് അടുത്ത ക്ലാസ്സിൽ എന്താണ് ആ ഫോർമുല എന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം അത്ര നിഗൂഢമാണ് ഇസ്രായേലിനെ തോൽപ്പിക്കാനുള്ള കാര്യം. ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ഒരു രാഷ്ട്രത്തെ കൊണ്ട് സാധിക്കില്ല. അതിന് ആകാശത്തെ മറയ്ക്കുന്ന മേഘത്തെ പോലെ എന്ന് പറയുമ്പോൾ തന്നെ ആയല്ലോ, ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളോ മുഴുവൻ യന്ത്ര സംവിധാനങ്ങളോ ഹെലികോപ്റ്ററുകളോ മിസൈലുകളോ ഇസ്രായേലിനെതിരെ വന്നാലും അത് കർത്താവ് തന്നെയാണ് അയക്കുന്നത്. അത് ആരാണ് അയക്കുന്നത്? അത് അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 38-ാം അധ്യായം എസെക്കിയേൽ 38:16, ഭൂമിയെ മറയ്ക്കുന്ന മേഘത്തെ പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നു വരും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് വരും? ആകാശത്തെ മറയ്ക്കുന്ന മേഘത്തെ പോലെ രാഷ്ട്രങ്ങളുടെ യുദ്ധ സംവിധാനങ്ങൾ കടന്നു വരും. പക്ഷേ അവിടെ ആരാണ് അത് നശിപ്പിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ അവരുടെ കുതിരകളെ അന്ധമാക്കുന്നതും അവരുടെ ഇടത്തെ കൈയിലെയും വലത്തെ കൈയിലെയും വില്ലുകളും മിസൈൽ ലോഞ്ചറുകളും നശിപ്പിക്കുന്ന ആരാണ്? സർവശക്തനായ ദൈവം. അപ്പോൾ അവർ അറിയും ഞാനാണ് ദൈവമെന്ന്, യേശുവാണ് ദൈവമെന്ന് ആരറിയും? അപ്പോഴേ അറിയുള്ളൂ. ഇപ്പോൾ അവർക്കറിയാൻ എത്ര പറഞ്ഞു കൊടുത്താലും ഏതെങ്കിലും രാഷ്ട്രത്തിന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുമോ? ഇവിടെ നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുമോ? യേശു ക്രിസ്തുവിനെ വരാൻ പോവാണ്, യേശു ക്രിസ്തു വന്നു കഴിഞ്ഞാൽ മുഖത്തോട്ടം ഉണ്ടാവില്ല, മുഖത്തോട്ടം ഒന്നും ഉണ്ടാവില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന പകരം കത്തോലിക്ക സഭയോടും ഇസ്രായേലിനോടും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വചനം പറഞ്ഞുതരാം. അത് സക്രിയാപുരത്തിന്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം 7-ാം തിരുവചനം ഇങ്ങനെ പറയാണ്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ഇടയനെതിരെ എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളേ നീ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ, ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ദേശവാസികളിൽ മൂന്നിൽ രണ്ട് ഭാഗം നശിപ്പിക്കപ്പെടും, 1/3 ഭാഗത്തെ ശേഷിക്കും. ഈ 1/3 ഭാഗത്തെ വെള്ളി എന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും, സ്വർണം എന്ന പോലെ ഞാൻ മാറ്റു പരിശോധിക്കും. സക്രിയാപുരത്തിന്റെ പുസ്തകം 13-ാം അധ്യായം 7-ാം തിരുവചനം. അതുകൊണ്ട് പറഞ്ഞ കർത്താവ് പറഞ്ഞ്, വാളേ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ, ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. ആരാണി ദുർബലർ? ധീരരാണ്. ആരാണ്? അതിന് ഇസ്രായേൽക്കാരുടെ ഒരു മറുവശമാണ് ഒരു ഒരു നാണയത്തിൻ്റെ രണ്ടുവശം എന്നപോലെ ഇസ്രായേൽക്കാർ അതിൻ്റെ അതിൻ്റെ അക്കമാണെങ്കിൽ കത്തോലിക്ക സഭ അതിൻ്റെ മറുവശമാണ്, അശോകം എന്നതുപോലെ. അത് ഒരു നാണയത്തിന് രണ്ടുവശം പോലെയാണ്. അപ്പോൾ ദുർബലരാരാണ്? സഭയിലുള്ള കത്തോലിക്ക സഭയിൽ ക്രിസ്ത്യാനികളാണ് ദുർബലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്രായേൽക്കാർ കുറച്ചുകൂടെയൊക്കെ നിയമങ്ങൾ, പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന, ഹീബ്രു മൂലത്തിൽ എഴുതപ്പെട്ട 10 പ്രമാണങ്ങളും അതിൻ്റെ മോശയുടെ അഹ്റോനും ഒക്കെ എഴുതി ചേർത്ത ആ പ്രമാണങ്ങളുടെ അനുപ്രമാണങ്ങളും പാലിച്ച് ജീവിക്കുന്നവരാണ് ഇസ്രായേൽക്കാർ. എന്നാൽ അതിനേക്കാളും നിയമവും അതിനേക്കാളും വിശ്വാസവും വിശുദ്ധിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കത്തോലിക്ക സഭയാണ് ദുർബലർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എല്ലാ മ്ലേച്ഛതകളും, എല്ലാ പാവവും, എല്ലാ അശുദ്ധിയും, എല്ലാ മെക്കിട്ടുകയറ്റവും, എല്ലാ കള്ളത്തരവും കാണിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന നമ്മുടെ കത്തോലിക്ക സഭയാണ് ദുർബലർ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും പറഞ്ഞാൽ കത്തോലിക്ക സഭയെ നിനക്കെതിരെ ഞാൻ വാളുയർത്തുമെന്നാണ് പറഞ്ഞത്. ആ വാളിൻ്റെ ഉയർത്തലാണ് എവിടെ? അതാണ് ഇത് ഇവിടെ വെളിപാട് പുസ്തകം. അവർ വിശുദ്ധരോടും ക്രിസ്തുവിൻ്റെ സാക്ഷികളോടും പടപൊരുതി അവരെ കീഴ്പ്പെടുത്താനും അനുവാദം നൽകി എന്ന് കർത്താവ് എഴുതി വെച്ചപ്പോൾ ആ വിശുദ്ധരാരാണ്? ഇസ്രായേൽ ജനം. ക്രിസ്തുവിൻ്റെ സാക്ഷികളാരാണ്? ക്രിസ്ത്യാനികൾ. നമുക്കെതിരെ പടപൊരുതി നമ്മളെ കീഴ്പ്പെടുത്തും. നമ്മൾ കീഴ്പ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നാൽ എല്ലാവരും കീഴ്പ്പെടുമെന്നാണോ അർത്ഥം? അല്ല. കീഴ്പ്പെടാതെ അശുദ്ധിക്കും മ്ലേച്ഛതയ്ക്കും സാത്താനും കീഴ്പ്പെടാതെ നിൽക്കുന്ന, ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പിതാവായ ദൈവം പറഞ്ഞതുപോലെ ഇന്നും കത്തോലിക്ക സഭയിൽ ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവനെയും ജീവിതത്തെയും സമർപ്പിച്ച യേശു ക്രിസ്തുവിന് വേണ്ടി പരിപൂർണമായി ഈ ലോകത്ത് എല്ലാം ഉപേക്ഷിച്ച്, ഒരു മൊബൈൽ പോലും ഉപേക്ഷിച്ച് ഇത്രയും മാത്രം നീളമുള്ള ചെറിയ നോക്കിയാണ് മൊബൈൽ ഫോൺ കൊണ്ട് നടക്കുന്ന ആളുകൾ എനിക്കറിയാൻ പുറപ്പെട്ടു. എന്നെ കാണിച്ചിട്ടുണ്ട്. അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു കളർ പോലും ഇല്ല. പഴയ 1400, 800, 850 കൊടുത്ത് മേടിച്ച് നോക്കിയാണ് ചെറിയ മൊബൈൽ ഫോൺ, ഒരു വാക്കി ടോക്കി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ.
അവരുടെ വീട്ടിൽ ടെലിവിഷൻ ഇല്ല, പത്രം വരുത്താത്ത വീടുകൾ, ടെലിവിഷൻ ഇല്ലാത്ത വീടുകൾ, ലാപ്ടോപ്പ് ഇല്ലാത്ത വീടുകൾ, കമ്പ്യൂട്ടർ ഇല്ലാത്ത വീടുകൾ, ടച്ച് മൊബൈൽ ഫോൺ ഇല്ലാത്ത വീട്, പത്രമാസിക ഇല്ലാത്ത വീടുകൾ, സിനിമാ തിയേറ്ററിൽ കെടാത്ത വീടുകൾ, അങ്ങനെയുള്ള ആളുകളും ഇന്ന് ഈ ലോകത്തുണ്ട് പ്രിയപ്പെട്ടവരെ. അവരാണ് ദുർബലരല്ല, അവർ ദുർബലരാ, അവർ ധീരന്മാർ, ശക്തന്മാർ. അവരെ ഇസ്രായേൽക്കാരെക്കാളും ധീരതയും ശക്തിയുള്ളവരാണ്. ഒരു വിധത്തിന്മയ്ക്കും പാപത്തിനും അടിമപ്പെടാതെ ഇന്നും കത്തോലിക്ക സഭയുടെ വിവിധ റീത്തുകളിൽ ഇതൊന്നുമില്ലാതെ നിൽക്കുന്ന ആളുകൾ, ധീരരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ തോൽപ്പിക്കാൻ ഒരു ഭൂമിയിൽ ഒരു തത്വശാസ്ത്രത്തിനും ഒരു സാത്താനും സാധിക്കില്ല. അങ്ങനെ നിൽക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ. അവരാണ് ധീരര്, അവരാണ് കർത്താവിൻ്റെ കൂടെ പോകുവാൻ കർത്താവിൻ്റെ സംരക്ഷണം ഒരുക്കി അവരെ നിലനിർത്തും ഭൂമിയിൽ. എന്തിന്? അതുകൊണ്ടാണ് തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ പറഞ്ഞൊരു വചനമുണ്ട്, അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ സംവഹിക്കപ്പെടും. ഏതാണ് റാപ്ചർ? സെപ്റ്റംബർ 24 റാപ്ചർ ഉണ്ടാകും പറഞ്ഞ് കുറേ പിരിപ്പുണ്ട് മൊബൈൽ ഫോണിൽ കൂടെ. ആരുടെയൊക്കെ എനിക്ക് കുറേ ഫോട്ടോ ഇത് അയച്ചു തന്നു, 2 വീഡിയോ അയച്ചു തന്നു. ഇതേപോലെ സെപ്റ്റംബർ 24 റാപ്ചർ ഉണ്ടാകും പറഞ്ഞ് ജനം നോക്കിയിരിക്കുക. നമ്മുടെ എൻ്റെ പൊന്നു സഹോദരൻ, അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ആരും ഒരു പോഷത്വം വിശ്വസിക്കരുത്. അത് കർത്താവ് തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ വെച്ചാൽ അപ്പോൾ നമ്മളെ വിശേഷിക്കുന്നവർ എപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവേണ്ടി ഈ പ്രപഞ്ചം അപ്രത്യക്ഷമാകുന്ന പശ്ചാത്തലം വരുമ്പോഴും, ഈ ലോകത്തിൽ ഭക്ഷണമില്ലാതെ വരുമ്പോഴും, പകർച്ചവ്യാധികളും യുദ്ധങ്ങളും ക്ഷാമങ്ങളും കൊണ്ട് അനേകരും പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോഴും സർവശക്തനായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആളുകൾ അവരാണ് വിശുദ്ധിയുള്ളവർ, അവരാണ് ദുർബലരല്ലാത്തവർ, അവരാണ് ധീരതയുള്ളവർ, പരിശുദ്ധി അറിഞ്ഞവർ. അവരെ കർത്താവ് സംഭവിച്ചു കൊണ്ടുപോകും, വാനമേഖല സംഭവിച്ചു കൊണ്ടുപോകും. അതിനുവേണ്ടി അവരെ സംരക്ഷിച്ച് ഒരുക്കി നിർത്തും. അവർക്കൊരു കുറവില്ലാത്ത വിധം അവരെ ദൈവത്തിൻ്റെ ആത്മ പരിപാലിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ആധുനിക ലോകത്തുനിന്നും ഒളിച്ചോടി ഈ ആധുനിക ലോകത്തെ വെറുത്തുപേക്ഷിച്ച് വളരെ നിസ്സാരമായി, വളരെ ലളിതമായി, ഒരു വാർക്ക് വീടില്ല, ഒരു വാഹനമില്ല, ഒരു ടച്ച് മൊബൈൽ ഫോണില്ല, ഒരു ചുരിദാർ പോലും കൊടുക്കാതെ, ഒരു ചുരിദാർ പോലും ഇല്ലാത്ത സ്ത്രീകൾ, അല്ലെങ്കിൽ അത്തരം വീടുകൾ എനിക്കറിയാം. വളരെ പാവപ്പെട്ട വീടുകൾ, എന്നാൽ നീതിയോടെ, വിശുദ്ധിയോടെ, സത്യസന്ധതയോടെ, വിശുദ്ധിയോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും, മറ്റുള്ളവർക്ക് വേണ്ടി മുട്ടയിൽ നിന്നും, മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളാൽ കഴിയുന്ന ചെറിയ നന്മകൾ ചെയ്തും ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് ജീവിക്കുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർ ലോകത്തുണ്ട്. അവരാണ് യേശുവിൻ്റെ വരയിൽ സംഭവിക്കപ്പെടുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. 2 ഭാഗത്താണ് ഈ അയൺ ബീമിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ എഴുതിയിരിക്കുന്നത്, അന്ന് ഞാൻ ജെറുസലേമിനെ അത് പൊക്കുന്നത് കഠിനമായവർക്കും ഭൂമിയിലെല്ലാ ജനങ്ങളും അതിനെ ഒത്തുചേരും. അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരക്കാരന്മാർക്ക് ഭ്രാന്തും വരുത്തും. അതാണ് അയൺ ഡോം. രണ്ടാമത്തേതാണ് അയൺ ബീം. ജനതകളുടെ കുതിരകളെ അന്തമാക്കുന്നതെന്ന് ഞാൻ യൂദാഭവനത്തെ കടാക്ഷിയും. അതാണ് അയൺ ബീം. അതിൻ്റെ എസെക്കിയേൽ പ്രവചനത്തിൽ വരുമ്പോൾ എസെക്കിയേൽ 38 പറഞ്ഞ 39 അതിനകത്ത് പറഞ്ഞ വചനമാണ് നമ്മൾ മുമ്പേ കേട്ടത്. ഏതാണ്? നിൻ്റെ ഇടത്തുകയിൽ നിന്ന് വില്ലുകൾ തെറിച്ചു പോകും, നിൻ്റെ വലത്തുകയിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. എങ്ങനെ? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം കണ്ടുപിടിക്കപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കമായി എല്ലാവിധ ഭൂമിയിലെ എല്ലാ സംഭവങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഭൂമി ഒരു അന്തിമ യുദ്ധത്തിന്, ഒരാഗോള അന്തിമ 3ാം ലോക മഹായുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ മരുന്നുകളെല്ലാം അതിൻ്റെ തോക്കിനകത്ത് നിറച്ച് വെടിയുണ്ടകളൊക്കെ ഫിറ്റാക്കി റെഡിയാക്കി ഇങ്ങനെ ചൂണ്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ കിടപ്പുണ്ട്. എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നുള്ളതിനെ പറ്റി അതിൻ്റെ സെക്കൻഡും മിനിറ്റും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ വീഡിയോകൾ കിടപ്പുണ്ട്. പ്രിയപ്പെട്ട നിങ്ങളെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനായിട്ട് ഒരുങ്ങിക്കൊള്ളുക. കർത്താവ് ഉടൻ തന്നെ ഭൂമിയിലേക്ക് വരാൻ അധികം താമസമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, അതിനായി കർത്താവ് യേശു ക്രിസ്തു നമ്മെ ഒരു ദിവസം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അയൺ ബീം, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിന്നെ എളിദാസിൻ്റെ ധ്യാനം ക്ലാസ്സുകൾ കൂടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്ത് പേര് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ്സുകളും ധ്യാനങ്ങളും തരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിലും നിങ്ങൾക്ക് ഇവിടെ എൻ്റെ വീട്ടിൽ താമസിച്ചും ധ്യാനം കൂടാനുള്ള സംവിധാനമുണ്ട്. 97 78 17 22 83 എന്ന ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ എന്നോട് പേര് വിളിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അത് ഒരു 10 പേർക്ക് 15 പേർക്കൊക്കെ എൻ്റെ വീട്ടിൽ താമസിച്ച് ധ്യാനം കൂടാനുള്ള സംവിധാനം ഞാൻ ഒരുക്കി തരുന്നതാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യുക. ഓക്കെ,
അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് നമുക്കൊരു അടുത്ത വർഷം കൂടിയേക്കാം, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് കൂടാം എന്ന് ആരും വിചാരിക്കരുത്. 2 വർഷമൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ല. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കവും അതിൻ്റെ ആഗോള യുദ്ധവും തുടങ്ങാൻ ഒരു വർഷം മാത്രമേ ഇനി മുന്നിലുള്ളൂ. 27 മുതൽ ആഗോള യുദ്ധത്തിൻ്റെ ആരംഭം തുടങ്ങുമ്പോൾ അതിന് മുന്നേ തന്നെ പ്രശ്നങ്ങൾ കലുഷിതമായിട്ട് തുടങ്ങും. അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യാനോ പോരാ വരാനോ സംവിധാനമൊന്നും ഉണ്ടായിരിക്കുകയില്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് എല്ലാം, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ലീവ് എടുത്ത് പ്രാർത്ഥിക്കാൻ, ലീവ് എടുത്ത് ധ്യാനം കൂടാൻ വേണ്ടി വരിക, ജോലി രാജിവെച്ചിട്ട് ധ്യാനം കൂടാൻ വേണ്ടി പറ്റുന്നത് ധ്യാനം കൂടുക, ജോലിയൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്ന് ഒരു എളിമയുടെ ഒരു ആശ്രമ ജീവിതം നയിക്കുന്ന പോലെ കുഞ്ഞു വീടും ഒരു കുഞ്ഞു ചാപ്പ വീടൊക്കെ കിട്ടി അതിനകത്ത് ഒരു സന്യാസ ജീവിതം പോലെ നയിക്കാൻ പറ്റുന്നവർ അങ്ങനെ ജീവിക്കുക. അല്ലാതെ ഈ ആധുനിക ലോകത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഏറ്റവും ലളിതമായ, ഏറ്റവും ശൂന്യമായ, ഏറ്റവും ചെറിയ ജീവിതം നയിച്ചുകൊണ്ട് യേശുവിൻ്റെ കൂടെ പോകാൻ നമുക്ക് ഒരുങ്ങാൻ പ്രിയപ്പെട്ടവർ. അതിനായി നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.